ബസ്സിൽ റീൽസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഫേമസ് ആവാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് അപമര്യാദയായി പെരുമാറിയവരുണ്ടാവും, അപമര്യാദയായിട്ട് പെരുമാറാത്തവരുണ്ടാവും. ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ റീൽസുകളോ അതുപോലെ തന്നെ വീഡിയോസുകളൊക്കെ എടുത്തിട്ട് ഫേമസ് ആവാൻ നോക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇരയാണ് ഇന്ന് എന്തായിട്ടുള്ളത്, ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ദീപക് എന്ന ചെറുപ്പക്കാരൻ, കോഴിക്കോടുള്ള ഒരു ചെറുപ്പക്കാരൻ, വളരെ സാധുവായൊരു മനുഷ്യന് ഇന്ന് ആത്മഹത്യ ചെയ്തു. അദ്ദേഹം മരണത്തിന് കീഴടങ്ങി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മരണം കവർന്നെടുത്തല്ല കേട്ടോ, അദ്ദേഹത്തിനെ കൊണ്ടും ആത്മഹത്യ ചെയ്യിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. എങ്ങനെയൊക്കെ ബസ്സിൽ നിന്ന് അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ, മറ്റുള്ള ട്രെയിന്, അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ, മറ്റേ പാർക്ക്, ബീച്ച്, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ സിനിമ തിയേറ്റർ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞരമ്പ് രോഗികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷെ ഞരമ്പ് രോഗി അല്ലാത്തവനെ ഞരമ്പ് രോഗി അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് മുന്നിൽ അവന്റെ വീഡിയോസ് അല്ല അവന്റെ ഫോട്ടോ അങ്ങനൊക്കെ എല്ലാതും കൂടിയിട്ട് പ്രചരിപ്പിച്ച് അവസാനം അവൻ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു ദിവസമാണ് ഇന്ന്. അങ്ങനെ ആത്മഹത്യയിലേക്ക് നയിച്ച അവൻ ആത്മഹത്യ ചെയ്തു. ഒരു വീഡിയോ എടുത്തൊരു ചെറുപ്പക്കാരന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈംഗിക അതിക്രമം കാണിച്ചു. അദ്ദേഹം നിരപരാധിയാണെന്ന് ആ വീഡിയോ കണ്ടവരൊക്കെ പറയുന്നത്. നമ്മൾ വീഡിയോ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ അളിയൻ ഇന്നലെ അദ്ദേഹത്തിന് സമാധാനിപ്പിച്ചു, കുഴപ്പമില്ല, നമുക്ക് അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു. കാരണം മാനസിക സംഘർഷം ഒരു മനുഷ്യർക്ക് കയറി കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ അവനെങ്ങനെയും ജീവിതം അവസാനിപ്പിക്കണം, ജീവിതം ഒടുക്കണം, ജീവിതം എങ്ങനെയും തീർക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ച് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ മാനസിക സംഘർഷം. കാരണം ലോകത്തിന് മുന്നിൽ തന്നെ കുറ്റവാളിയാക്കി മാറ്റി എന്ന ഒരു സത്യം അവൻ ചിന്തിച്ചു പോകണം. അപ്പൊ ആ നിലക്ക് ഇങ്ങനത്തെ പുതിയ പുതിയ വ്ളോഗർമാർ എങ്ങനെയൊക്കെ ഫേമസ് ആവണം, അവരെന്നെ പറയണല്ലോ വീഡിയോയിൽ. ഇനി നിങ്ങൾ തന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കൂ, നിങ്ങൾ തന്നെ പ്രതികരിക്കൂ, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കൂ. ഒരു സാധു മനുഷ്യൻ ആ ബസ്സിൽ പോണ സമയത്ത് സ്വാഭാവികമായിട്ടും മിന്നൽ സ്പീഡിലാണ് ഇപ്പോൾ ബസ്സുകൾ പോണത്. ലിമിറ്റഡ് സ്റ്റോപ്പുകളും മറ്റുള്ളതൊക്കെ അമിത വേഗതയിൽ പോകുകയാണ് ബസ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ സമയത്ത് രണ്ട് കൈ ഉണ്ടായിട്ട് തന്നെ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു കയ്യിൽ ഫയലും അല്ലെങ്കിൽ ഒരു കയ്യിൽ ബാഗും ഒരു കൈ കൊണ്ട് പിടിക്കുന്ന സമയത്ത് ഈ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത്, ബ്രേക്ക് ഔട്ടുന്ന സമയത്തും തിരിയുന്ന സമയത്തും വളരുന്ന സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ടച്ചാവും. കൈ ചിലപ്പോൾ ഒന്ന് തട്ടി എന്ന് വരും. അത് മനഃപൂർവ്വമല്ല, അത് ആ സാഹചര്യം മൂലം സംഭവിക്കുന്നതാണ്. പക്ഷെ അതിനൊക്കെ എടുത്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർക്കൊക്കെ ഇട്ടിട്ട് ഒരു ജീവൻ കളയുന്ന രീതിയിലേക്ക് വരുത്തി തീർക്കുമ്പോൾ അത് വൻ തെറ്റ് തന്നെയാണ്. കാരണം എങ്ങനെയെങ്കിലും ഫേമസ് ആയിക്കോളും. ഒരുപാട് വഴികളുണ്ടല്ലോ. വല്ല ഡാൻസ് കളിച്ചിട്ടോ പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തമാശകളോ കോമഡി അങ്ങനത്തെ സീരിയസ് ആയിട്ട് ഐറ്റംസ് ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫേമസ് ആയിക്കോളും. അതൊന്നും കുഴപ്പമില്ല. കാരണം സർഗവാസനയുള്ള ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ട് ഫേമസ് ആവാൻ നോക്കാം. പക്ഷെ ഇങ്ങനെ ജീവൻ കളയുന്ന രീതിയിൽ, മറ്റുള്ളവരുടെ ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിൽ, മറ്റുള്ളവരുടെ മാനം കളയുന്ന രീതിയിൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വലിച്ചഴക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കാരണം കൊണ്ട് ഒരാൾ മരണത്തിന് കീഴടങ്ങുകയാണ്, അയാൾ മരണത്തിലേക്ക് അടുക്കാണ്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. ഞാനായാലും ഇതാരായാലും ഒരു മനുഷ്യന്റെ ജീവിതം വെച്ച് കളിക്കുമ്പോൾ അതിൽ സത്യമുണ്ടോ എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മളെ കൈ കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കൊണ്ട് നമ്മൾ കാരണം കൊണ്ട് ഒരാൾ മരണം വരിക്കരുത്, അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങരുത്. ഞരമ്പന്മാരില്ല എന്ന് പറയുന്നില്ല. കാരണം ബസ്സിൽ പോണ സമയത്തും ട്രെയിനിലൊക്കെ പോണ സമയത്തൊക്കെ ഒരുപാട് വീഡിയോസ് ഒറിജിനൽ കുറ്റം ചെയ്ത ആൾക്കാരെ വീഡിയോസ് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. കാരണം അവർ അങ്ങനെ ചെയ്യുന്നത് ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളോട് ഒരുപാടുണ്ട്. സ്ത്രീകളോടായാലും കുട്ടികളോടായാലും ഒരുപാട് ഞരമ്പന്മാർ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. അത് പ്രായപരിധിയൊന്നുമില്ല അതിൽ. അതിൽ യുവാക്കളുണ്ട്, കിളവന്മാരും ഉണ്ട്. കാരണം കിളവന്മാരത് പ്രത്യേക ഒരു വിഭാഗം. കാരണം വയസ്സാകും തോറും മൂപ്പ് കൂടുന്ന പോലെ
അപ്പോൾ അവർക്ക് അതിനോടുള്ള ആസക്തി കൂടിക്കൊണ്ടിരിക്കത്ര. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരൊക്കെ സമൂഹത്തിന് മുന്നണി സമൂഹത്തിന് മുന്നിൽ എന്ത് ചെയ്യണം, അവരൊക്കെ സമൂഹത്തിന് മുന്നിൽ എന്ത് ചെയ്യണം, കാണിച്ചു കൊടുക്കണം. അല്ലാതെ ഇങ്ങനത്തെ പാവപ്പെട്ടതല്ല, ഇങ്ങനത്തെ സാധു മനുഷ്യന്മാരെ അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്തവരെ ഒരു കാരണവശാലും അവരെ എന്ത് ചെയ്യരുത്, സമൂഹത്തിന്റെ മുന്നിൽ കുറ്റക്കാരാക്കി മാറ്റരുത്. കുറ്റം ചെയ്തവരെ കുറ്റക്കാരാക്കി മാറ്റൂ, കുറ്റം ചെയ്യാത്തവരെ ഒരിക്കലും കുറ്റക്കാരാക്കി മാറ്റരുത്. അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.